ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പോകുന്നത് ഈശ ഫൗണ്ടേഷനിലാണ്. വണ്ടി പാർക്കിംഗ് പ്ലേസിൽ നിർത്തി പുറത്തിറങ്ങുമ്പോൾ കേൾക്കാം ശിവനാമജപങ്ങൾ മൈക്കിലൂടെ ഒഴുകി വരുന്നു. വണ്ടിയുടെ പുറത്തിറങ്ങുമ്പോൾ നമ്മളെ അതിശയിപ്പിക്കുന്ന നയനമനോഹരങ്ങളായ പ്രകൃതി ഭംഗി, മഞ്ഞിൽ പൊതിഞ്ഞു നിൽക്കുന്ന വെള്ളായണിഗിരി നിരകൾ ആദിയോഗിയുടെ കാവൽ പോലെ തോന്നും. ഞങ്ങൾ അവിടെ എത്തുമ്പോൾ ഉച്ച കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ മുകളിൽ കത്തി ജ്വലിക്കുന്ന സൂര്യൻ. എന്തായാലും അന്തരീക്ഷത്തിന് നേരിയ തണുപ്പുണ്ടായിരുന്നു. ആളുകൾ പോകുന്നതും വരുന്നതും കാണാം. എൻ്റെ സുഹൃത്തുക്കൾ എനിക്ക് മുമ്പേ വേഗം നടന്നുപോയി. ഞാൻ പ്രകൃതി ഭംഗി ആസ്വദിച്ച് ദൂരെയുള്ള ആദിയോഗിയുടെ പ്രതിമയും മറ്റുള്ളതും ഷൂട്ട് ചെയ്തും പതുക്കെ നടന്നു. ദൂരെ നിന്ന് തന്നെ പ്രതിഷ്ഠ കാണാമെങ്കിലും അടുക്കും തോറും വ്യക്തത കൂടി വന്നു. വെളുത്ത നിറത്തിലുള്ള ചന്ദ്രക്കലയാണ് ആദ്യം കാണുക. പിന്നെ നെറ്റിയിലെ ഗോപിക്കുറിയും. വളരെ അടുത്തെത്തുമ്പോൾ ദീർഘകായനായ ആദിയോഗിയുടെ വലിയ പ്രതിമ. അവിടം നിറഞ്ഞു നിൽക്കുകയാണ് എന്ന് തോന്നും. തലേന്ന് തന്നെ ഇവിടെ എത്തി. നേരത്തെ ഹോട്ടൽ ബുക്ക് ചെയ്തിരുന്നു. പക്ഷേ നമുക്ക് സമയത്തിന് എത്താൻ പറ്റിയില്ല. ഒന്നാമത് ലൈറ്റ് ഷോ കാണുകയാണ് പ്രധാന ലക്ഷ്യം. പക്ഷേ നമ്മൾ വളരെ വൈകി എത്തിയതുകൊണ്ട് നമ്മൾ പിറ്റേന്ന്, അതായത് ഇന്ന്, ഈ പരിസരവും ആദിയോഗിയും ഒരുപാട് കാണാനുണ്ട്. ഒരുപാട് ഏക്കറിൽ വ്യാപിച്ചു കിടക്കുകയാണ് ഈ യോഗീശ്വരൻ്റെ ഈ പ്രതിഷ്ഠയും മറ്റും. ഉച്ചനേരമാണെങ്കിലും പറയത്തക്ക ചൂടൊന്നും അധികം ഇല്ല. എന്നാലോ ചെറിയൊരു തണുപ്പുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ കുടയൊന്നും പിടിക്കാതെയാണ് ഞാൻ നടന്നത്. വളരെ അടുത്തെത്തുമ്പോൾ ആദിയോഗിയുടെ പ്രസന്നമായ മുഖം, ചന്ദ്രക്കല തിളങ്ങുന്നു. എന്തൊരു സൗമ്യമായ മുഖം. ഇവിടെ സന്ദർശിക്കുമ്പോൾ വൈകുന്നേരം 7 മണിക്കുള്ള ലൈറ്റ് ഷോയും കൂടി കാണണം. അതായിരുന്നു ലക്ഷ്യം. അതുകൊണ്ടാണ് പിറ്റേത്തെ ദിവസം, അതായത് ഇന്ന്, നമ്മൾ ഉച്ച നേരത്ത് വന്നതും രാവിലെ ശിരുവാണി ഡാം കാണാൻ പോയതും. അങ്ങനെ ഞാൻ മുമ്പോട്ട് വളരെ ശ്രദ്ധിച്ച് നടക്കുകയാണ്. കാരണം ഒന്ന് കാലിടറിയാൽ വളരെ പരുവരുത്ത പ്രതലമുള്ള സ്ഥലമാണ്, പാറയാണ്. വീണാൽ നല്ല അപകടം ഉണ്ടാവും. ഇപ്പോൾ നമ്മൾ ആദിയോഗിയുടെ പ്രതിമ മാത്രമേ കാണുന്നുള്ളൂ. ചുറ്റിലും വ്യാപിച്ചു കിടക്കുന്ന വെള്ളായണിഗിരി. ഇതിൻ്റെ പുറകിലാണ് ഇനി ഒരുപാട് കാര്യങ്ങൾ കാണാനുണ്ട്. ഇത് മാത്രമല്ല, ഈ സെൻറ്ററിൽ പുറകിലായി യോഗ സെൻറ്ററുകളും മറ്റ് അനവധി കാര്യങ്ങൾ കാണാനുണ്ട്. നമുക്ക് ഇവിടെ എത്തിയ ഒരു സ്ഥലം വരെ മാത്രമേ മൊബൈൽ യൂസ് ചെയ്യാൻ പാടുള്ളൂ. അത് കഴിഞ്ഞാൽ മൊബൈൽ ഫോണൊന്നും യൂസ് ചെയ്യാൻ പാടില്ല. അങ്ങനെ നമ്മൾ ഈ ഉച്ചനേരത്തും അവിടെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തു. എല്ലാവരും അവിടെ നിന്ന് ഫോട്ടോസ് എടുക്കുകയാണ്. ഈ സ്ഥലം, ഈ പ്രതിമയുള്ള സ്ഥലം വലിയ ഇരുമ്പ് വേലി കെട്ടി സംരക്ഷിച്ചിരിക്കുകയാണ്. നമ്മൾക്ക് പുറകിൽ പോയാൽ
ഈ ആദിയോഗിയുടെ ഈ സ്ഥലം നമുക്ക് പലതും കാണാനുണ്ട്. ഈ പ്രതിമക്ക് മറ്റൊരു വിശേഷണം എന്തെന്ന് വെച്ചാൽ ഈ പ്രതിമയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ യോഗീശ്വരൻ്റെ പ്രതിമ. ആദ്യം മുരുടേശ്വരമായിരുന്നു, എന്നാൽ ഇപ്പോൾ ഇതാണ് ഏറ്റവും വലിയ പ്രതിമ. അപ്പോൾ നമ്മൾ അടുത്തെത്തി, അവിടുന്ന് കുറച്ച് ഫോട്ടോസ് എടുത്തു. ഇനിയും ഒരുപാട് കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട്. അതൊക്കെ എൻ്റെ അടുത്ത വീഡിയോയിൽ കാണാം.